വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പ്രസിദ്ധീകരിച്ച കാണി കാണും നേരം, വാക്കിൻ്റെ ലഹരിയിൽ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസറായിട്ടുള്ള അതേപോലെ തന്നെ 20ഓളം പുസ്തകങ്ങളുടെ രചയിതാവുമായിട്ടുള്ള ശ്രീ അജു നാരായണൻ സാറാണ് കാണി കാണും നേരം എന്ന പുസ്തകം രചിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള കേരള പഠന വിഭാഗത്തിൽ പ്രൊഫസറും ഭാഷാ സാഹിത്യ വിഭാഗം ഡീനും 25ഓളം പുസ്തകങ്ങളുടെ രചയിതാവുമായിട്ടുള്ള RVM ദിവാകരൻ സാറാണ് വാക്കിൻ്റെ ലഹരിയിൽ എന്ന പുസ്തകം രചിച്ചത്. വാക്കിൻ്റെ ലഹരിയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ D സജിത് ബാബു IAS അവറുകളാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അജോയ് സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാണി കാണും നേരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മ്യൂസ് മേരി ജോർജ് അവറുകളാണ്. മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് SIET ഡയറക്ടറായിട്ടുള്ള B അബുരാജ് സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഗവേഷകയും കവയിത്രിയുമായിട്ടുള്ള ശ്രീമതി ഇന്ദുലേഖ മാഡമാണ്. മാഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പുസ്തകത്തിന് രചിച്ചിട്ടുള്ള RVM ദിവാകരൻ സാറേയും അജു നാരായണൻ സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ സ്റ്റോറിൻ്റെ സെക്രട്ടറി ബബേഷ് സാറിനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ പ്രകാശന ചടങ്ങിന് എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തികളെയും പ്രമുഖ വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സെൻട്രൽ സ്റ്റോറിൻ്റെ സെക്രട്ടറി ബബേഷ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്യുന്ന 2 പുസ്തകങ്ങളാണ് ഈ വേദിയിൽ വെച്ച് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. കഴിഞ്ഞ 45 വർഷക്കാലമായി പുസ്തക പ്രസാധക വിതരണ രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. കാലിക്കറ്റ്, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജനറൽ പുസ്തകവും ഈ അടുത്ത കാലത്തായി പബ്ലിഷ് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും 2 പുതിയ പുസ്തകമാണ് ഇവിടെ ഈ വേദിയിൽ വെച്ച് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ഡോക്ടർ RVM ദിവാകരൻ രചിച്ച, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനും കേരളത്തിലെ സിനിമാ നിരൂപകനും എഴുത്തുകാരനുമായിട്ടുള്ള RVM ദിവാകരൻ രചിച്ച വാക്കിൻ്റെ ലഹരിയിൽ എന്ന പുസ്തകം നാടക പഠനം, ചലച്ചിത്ര പഠനം, ആത്മകഥാ പഠനം, നിരൂപണ പഠനം, ഐതിഹ്യ പഠനം, സംസ്കാര നിരൂപണം എന്നീ മേഖലകളായി 11 പ്രബന്ധങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് അടങ്ങിയിട്ടുള്ളത്. കല, സാഹിത്യം, സംസ്കാരം എന്നീ വിഷയങ്ങളായുള്ള അക്കാഡമിക് പ്രബന്ധങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ സംഘം രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ സജിത് ബാബു IAS അവർകളാണ്. കേരളത്തിലെ സഹകരണ സംഘം പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകിക്കൊണ്ട് മുന്നേറുന്ന അദ്ദേഹത്തിന്, എല്ലാ വഴികാട്ടിയായി നിൽക്കുന്ന അദ്ദേഹത്തെ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി പ്രിയ സുഹൃത്ത് ശ്രീ അജോയ് സാറാണ്. അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തത് MG സർവകലാശാല അധ്യാപകനായിട്ടുള്ള അജു കെ നാരായണൻ മാഷിൻ്റെ പുസ്തകമാണ്. കാണി കാണും നേരം
ചലച്ചിത്ര പഠനങ്ങൾ, സംസ്കാര പഠനം, ഫോക്ലോർ, ചരിത്ര നാടക പഠനങ്ങൾ എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ അജു കെ നാരായണൻ ബുദ്ധ സിനിമകൾ, സിനിമയും വീഡിയോ ഗെയിമും, നാരായണഗുരും സിനിമയും, കൊതാർത്തിൻ്റെ ചലച്ചിത്ര യാത്രകൾ, നാട്ടറിവും സിനിമയും തുടങ്ങിയ മേഖലകളായി 9 പ്രബന്ധങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സർവ്വജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മ്യൂസ് മേരി ജോർജാണ്. ഏറ്റുവാങ്ങുന്നത് SIET ഡയറക്ടർ ബി അബുരാജാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ മ്യൂസ് മേരി ജോർജിനെയും ഏറ്റുവാങ്ങുന്നതിന് ബി അബുരാജിനെയും ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഡി സജിത് ബാബു IAS സാറോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുസ്തക പ്രകാശനം നടത്തുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഒപ്പം തന്നെ ആ ചടങ്ങ് നിർവഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു ചടങ്ങ് എൻ്റെ ജീവിതത്തിലൊരു പ്രധാന ഏടായി ഞാൻ കരുതുന്നു. അതിനെന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ സംഘാടകരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം അയാളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു പ്രസവം പോലെയോ അല്ലെങ്കിൽ ആദ്യമായി നമ്മുടെ കുഞ്ഞിനെ കാണുന്ന പോലെയൊക്കെയുള്ളൊരു വലിയൊരു അനുഭവമാണ്. അതേ അനുഭവം ഈ എഴുത്തുകാരനുണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കൂടുതൽ അത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മ്യൂസ് മേരി ജോർജിനെ അഭ്യർത്ഥിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിപ്പോൾ ഈ പുസ്തകം എഴുതിയ ഡോക്ടർ അജു നാരായണൻ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇന്നിപ്പോൾ ഉള്ളതിലെ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്. അതാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സിനിമ മാത്രമല്ല, സിനിമ, നാടകം, കവിത, ചിത്രരചന, ശില്പം നിർമ്മിക്കുക, കാലിഗ്രാഫി, ഇങ്ങനെ എല്ലാ മേഖലയിലും അതുകൊണ്ട് തന്നെ വളരെ ഒരു 10 തലയുള്ള ആളെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാവുന്ന ഒരു പ്രതിഭയാണ് അജുവിൻ്റെ. എനിക്ക് കേരളം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില പ്രത്യേകമായിട്ടുള്ള പഠനത്തിൽ താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്കാര പഠനം, ബുദ്ധിസം, മലയാള സാഹിത്യം, ഫോക്ലോർ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഇത്തരം മേഖലകളിലൊക്കെ അങ്ങേയറ്റത്തെ വളരെ അങ്ങേറ്റം ഞാൻ പറയുന്നില്ല, ഒന്നും അതിൻ്റെ എക്ടസിൽ എത്തിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. വളരെ ജനുവിനായിട്ടുള്ള താല്പര്യങ്ങളും അറിവുമുള്ള ഒരു ബഹുമുഖ പ്രതിഭയുടെ പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമാണ്. ഇതൊരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള വാക്കുകളെ അല്ല, വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ്. അജുവിന് ഞാൻ അജു എന്നാണ് വിളിക്കുക, അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയും. കാണി കാണും നേരം. നമുക്ക് വളരെ പരിചിതമായ കണി കാണും നേരം എന്നുള്ള ആ പാട്ടിൽ നിന്ന് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി കാണി കാണും നേരം. കാണി എന്നുള്ള നമ്മൾക്ക് വളരെ പരിചിതമായിട്ടുള്ള പ്രേക്ഷകൻ അല്ല പ്രേക്ഷക എന്നൊക്കെയുള്ള വാക്ക് മാറ്റിയിട്ട് തനി മലയാളത്തിലേക്ക് കാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാഷയുടെ രാഷ്ട്രീയമുണ്ട്, സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, കാഴ്ചയുടെ രാഷ്ട്രീയമുണ്ട്.
ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ പുസ്തകത്തെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്ഷപാതങ്ങളിൽ ഒന്നായിട്ടുള്ള ബുദ്ധിസം, എനിക്കൊന്ന് PhD തീസിസ് തന്നെ കേരളത്തിൽ ബുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലുള്ള ബുദ്ധമതത്തിൻ്റെ ശേഷിപ്പുകളെ കണ്ടെടുത്ത കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പഠിതാവാണ് അജു. അതൊക്കെ ലോകം തിരിച്ചറിയട്ടെ. ഈ സിനിമ എപ്പോഴും, സിനിമയെന്നല്ല, നമ്മളുടെ എല്ലാ തരത്തിലുള്ള വ്യവഹാരത്തിനകത്തും അതിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടാവാം. അത് സ്റ്റേറ്റ് ആവാം, ബ്യൂറോക്രസി ആവാം, അത് ക്ലാസ് മുറിയിൽ അധ്യാപകരാവാം, അല്ലെങ്കിൽ തിയേറ്ററിൽ അത് ഡയറക്ടറാവാം, നാടകത്തിൽ കവിതയിൽ എഴുത്തുകാരാവാം. പക്ഷെ അത് അപനിർമ്മിക്കപ്പെടുകയും വായിക്കപ്പെടുന്നവരിലൂടെ, കാണുന്നവരിലൂടെ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഭാഗമാകുന്ന സാധാരണ മനുഷ്യരിലൂടെ രൂപപ്പെടുന്ന വായനയുടെ അനുഭവത്തിൻ്റെ ബഹുത, അതിൻ്റെ ആ ഒരു ബഹുസ്വര സ്വഭാവത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. ആത്യന്തികമായി ഈ പുസ്തകം ലോക സിനിമയിലും, മലയാള സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ, ഈ മേഖലയിലൊക്കെയുള്ള ഈ ബഹുസ്വരതയുടെ കാഴ്ചയുടെ പരിപ്രേക്ഷ്യത്തിൽ, അത്തരത്തിലുള്ള നോട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ അനാവരണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ ഒരു ആർത്തി സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അജു ഇതൊന്നും പോരാ, അജുവിൽ നിന്ന് കനപ്പെട്ട ഗാഢമായിട്ടുള്ള ഗവേഷണങ്ങളുള്ള കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ. കേരളത്തിൽ ഒരു സാംസ്കാരിക സ്ഥാപനങ്ങളെ തന്നെ നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാകട്ടെ. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണാനും പഠിക്കാനും ശ്രമിക്കേണ്ട. അസാധാരണം. എനിക്ക് തോന്നുന്നത് ഈ ടൈപ്പിംഗ് ഒക്കെ വന്ന എന്ത് ബോറിങ്ങാണ്. ഇയാൾ കയ്യെഴുത്തി പ്രേമലേഖനമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ 1000 കാമുകിമാരുണ്ടായേനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി അജു സാർ അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു സംസാരം ന്യൂസ് ടീച്ചർ ഇവിടെ തന്നെ ഇന്നലെയും പല വേദികളിലും പുസ്തകങ്ങളിങ്ങനെ ഓടിയടന്ന് പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വളരെ കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഇന്നത്തെ IAS ഓഫീസർമാരിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ സജിത് ബാബു സാർ, അദ്ദേഹത്തിനോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞു. മാത്രമല്ല വളരെ സന്തോഷമുള്ള കാര്യം, കേരളത്തിലെ 2 പ്രതിതരായ ചലച്ചിത്ര നിരൂപകർ, ഡോക്ടർ RVM ദിവാകരൻ, ഡോക്ടർ അജു കെ നാരായണൻ, ഇവിടെ പറഞ്ഞതൊന്നും വെറുതെ അല്ല, വളരെ ഗഹനമായ, വെറുതെ തൊട്ട് തലോടി വിഷയങ്ങളെ കടന്നു പോകാതെ വളരെ ആഴത്തിൽ ഗഹനമായി പഠിക്കുകയും ഗാംഭീര്യമുള്ള സൃഷ്ടികളുമായി പുറത്തേക്ക് വരികയും ചെയ്യുന്ന 2 പേരുടെ പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിതമായത്. ഈ ഒരു വേദി നമുക്കറിയാം, വളരെ ജെനുവിനായ, പല തരത്തിലുള്ള ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ നോക്കുമ്പോൾ പുസ്തകങ്ങളുടെ ഒരു വലിയ കൂട്ടത്തിലേക്ക് മനുഷ്യരിങ്ങനെ എത്തിപ്പെടുകയും അവർക്കിഷ്ടമുള്ള ഇടങ്ങളിൽ ഈ ഒരു നട്ടുച്ച നേരത്ത് കുറേ ആളുകൾ ആരും വിളിക്കാതെ വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൗന്ദര്യം നമുക്കിവിടെ ദൃശ്യമാകുന്നുണ്ട്. 2 പേർക്കും അവരുടെ പുസ്തകങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. സംസാരിക്കുന്നതിന് വേണ്ടി B. അബുരാജ്. പ്രിയപ്പെട്ടവരെ, 22 വർഷത്തെ ഒരു അടുപ്പമാണ് എനിക്ക് അജു കെ നാരായണനുമായിട്ടുള്ളത്. ആ ഒരു സ്നേഹബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം സ്വീകരിക്കുന്നതിന് ഇന്ന് ഈ വേദിയിലേക്ക് എന്നെ എത്തിച്ചത്. തീർച്ചയായും ഇവിടെ മ്യൂസ് ടീച്ചർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ, ഞാൻ ബിഷമൂർ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായി പഠിച്ച ആളാണ് അജു. അജുവിൻ്റെ ബഹുമുഖ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞു. അതിനോട് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അജു കോളേജിൽ വരുന്നത് ഈ സഞ്ചിക്കകത്തൊരു പുല്ലാങ്കുഴൽ കൂടി വെച്ചുകൊണ്ടാണ്. വളരെ വളരെ റൊമാൻറ്റിക്കായിട്ടാണ് വരുന്നത്. അന്നത്തെ
ഇപ്പോൾ ഇരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരാളല്ല, വളരെ റൊമാൻറ്റിക്കാണ്. അവിടുത്തെ ഏറ്റവും റൊമാൻറ്റിക്കായ മനുഷ്യനാണ്. രാവിലെ പുല്ലാങ്കുഴലുമായിട്ട് വരുന്നു, ഇടയ്ക്ക് കോളേജിലിരുന്നൊരു പുല്ലാങ്കുഴൽ വായിക്കുന്നു, പെൺകുട്ടികളൊക്കെ ഓടിക്കൂടുന്നു, ടീച്ചർ പറയുന്നത് പോലെ വളരെ മനോഹരമായ അക്ഷരത്തിൽ അവർക്ക് പലതും എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ വളരെ രസകരമായ ഒരു ജീവിതം, ഞങ്ങളുടെ ഒരു മാതൃകാ പുരുഷനായി ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാം ഈ തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന സുവനീർ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിലെ വാചകങ്ങളും അതിലെ അക്ഷരങ്ങളും മുഴുവൻ അജുവിൻ്റെ സൃഷ്ടിയായിരുന്നു. വർഷങ്ങളോളം ഇത്ര മനോഹരമായ അക്ഷരങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ പറയുകയായിരുന്നു, ഇപ്പോൾ അജുവിൽ എഴുതിയ പുസ്തകത്തിൽ പലതും ആ നിലവാരത്തിലല്ലെങ്കിലും വേണമെങ്കിൽ നമുക്കും ഒക്കെ എഴുതാം എന്ന് ഞാൻ എൻ്റെ സ്കൂളിലെ ക്ലാസ്മേറ്റായിട്ടുള്ള വിവർത്തകൻ കൂടിയായിട്ടുള്ള അരുണിനോട് പറയുകയായിരുന്നു. പക്ഷേ നമ്മൾ എഴുതില്ല, അജു എഴുതും. അത് അന്ന് തൊട്ടേ ഉള്ള, കുട്ടിക്കാലം തൊട്ടേ ചെറുപ്പത്തിലേ ഉള്ള അജുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അജു ഒരു അധ്വാനിയാണ്, ജോലി എടുക്കുന്ന ആളാണ്, പഠിക്കും. ആ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള താല്പര്യം. കാരണം അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഞങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അന്ന് ദൂരദർശനും ഏഷ്യാനെറ്റും മാത്രമുള്ള കാലത്ത് ദൂരദർശനിൽ നിരന്തരം ഡോക്യുമെൻ്ററികൾ ചെയ്യുന്ന ആളായിരുന്നു. അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചുണ്ടൻ വള്ളങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അതൊക്കെ വളരെ സ്വപ്നതുല്യമായ ഒരു കാര്യമാണ്. ഇന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതായിരുന്നു അജുവിൻ്റെ അന്ന് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ കഠിനാധ്വാനമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിരൂപകനായി, ഒരു അധ്യാപകനായി, ഒരു എഴുത്തുകാരനായി, ചലച്ചിത്ര മേഖലയിൽ അവാർഡ്, അതുപോലെ സാഹിത്യത്തിൻ്റെ മേഖലയിൽ പുരസ്കാരങ്ങളെല്ലാം നേടുന്ന ഒരാളായി അദ്ദേഹത്തെ വളർത്തിയത്. ഇപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിൽ തന്നെ ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇവിടെ ടീച്ചർ പറഞ്ഞല്ലോ, ബുദ്ധ പാരമ്പര്യത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിയ ആളാണ്. അത് യഥാർത്ഥത്തിൽ അതൊരു ജനിതകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓണാട്ടുകരയുടെയും ഈ അപ്പർ കുട്ടനാടിൻ്റെയും, അപ്പർ കുട്ടനാട്ടിലെ പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് അജു ജീവിച്ചത്. ഈ പള്ളി എന്നുള്ളത് തന്നെ ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. പള്ളിപ്പാട് എന്നൊക്കെ പറയുന്നത് ബുദ്ധവിഹാരങ്ങൾ നിലനിന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ ഓണാട്ടുകരയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ അപ്പർ കുട്ടനാടും ബൗദ്ധ കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെ ജനിതകമായി തന്നെ ഒരു ബൗദ്ധ ബന്ധം ഞങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് അജുവിൻ്റെ ബുദ്ധനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. ഈ പുസ്തകം തന്നെ ആരംഭിക്കുന്നത് ബുദ്ധനെ സംബന്ധിച്ച് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും മലയാളത്തിലും എടുത്തിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള പഠനത്തിലൂടെയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തിയിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ഗഹനമായ പഠനം നടത്തിയിട്ടുള്ള അജു ഈ ഒരു മേഖലയിൽ കൂടി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇഷ്ടമേഖലയായ സിനിമയിലേക്ക് കൂടി ഈ ബുദ്ധ ചിന്തകളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വളരെ ആഹ്ലാദകരമായ അനുഭവമാണ്. ഞങ്ങളുടെ എല്ലാം പല കാര്യങ്ങളിലും സംശയ നിവൃത്തി വരുത്തുന്ന ഒരാൾ കൂടിയാണ് അജു കെ നാരായൺ. ഞാനിവിടെ സജിത് ബാബു സാർ ഉള്ളത് കൊണ്ടൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ പിന്നെ കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ബുദ്ധ വിഗ്രഹമുണ്ട്, അത് കുട്ടനാട്ടിലുള്ളതാണ്. ഈ കരുമാടിക്കുട്ടനെ കിട്ടിയപ്പോൾ തന്നെ കരുമാടിക്കുട്ടന് കൈയില്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ വന്ന ഒരു കളക്ടർ, അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടി ആലോചിച്ചു, ഈ കൈയില്ലാതെ അംഗഭംഗം വന്ന ബുദ്ധൻ ഒരു വിഷമം, അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ഒരു വിഷമം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ തീരുമാനിച്ചു, ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു ഈ കരുമാടിക്കുട്ടന് കൈവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൈവെക്കാൻ തീരുമാനിച്ചപ്പോൾ വളരെ കുറേയധികം ആളുകൾ അതിനെ അനുകൂലിച്ചു. വിഗ്രഹം അങ്ങ് നന്നാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് ആ നിലയിൽ തന്നെ പുലർത്തുന്നതല്ലേ നല്ലത് എന്നൊരു സംശയം ഞങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ എന്നുള്ളൊരു സംശയം നിവൃത്തി വരുത്തിയത് ഈ മേഖലയിലെ ഒരു പണ്ഡിതനായ അജുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ അജുവിൻ്റെ അഭിപ്രായം അത് അങ്ങനെ ചെയ്യേണ്ട, നിലനിൽക്കുന്ന പോലെ നിൽക്കുന്നതാണ്. അത് പിന്നീട് ഞങ്ങൾ ഒരു ഫീച്ചറായിട്ട് പത്രങ്ങളിലൊക്കെ എഴുതുകയും പിന്നീട് ജില്ലാ ഭരണകൂടം ആ തീരുമാനമെടുക്കുകയും കരുമാടിക്കുട്ടന് കൈവെക്കണ്ട എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയിൽ നമ്മൾക്കൊരു റെഫറൻസ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ് അജു കെ നാരായൺ. അദ്ദേഹത്തിന് മ്യൂസ് ടീച്ചർ പറഞ്ഞതുപോലെ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ പുസ്തകം പ്രകാശിപ്പിച്ച ദിവാകരൻ മാഷ് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിനും തുടർന്നുള്ള എഴുത്തു ജീവിതത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തായി പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീമതി ഇന്ദുലേഖ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്ന് ഇവിടെ പ്രകാശിതമായ 2 പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു പരിചയം നടത്താനാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ഒരു
ഉത്തരവാദിത്തമാണ്. ആദ്യത്തെ പുസ്തകം കാലിക്കറ്റ് സർവകലാശാല ഡീനും എഴുത്തുകാരനുമായ ഡോക്ടർ RVM ദിവാകരൻ്റെ വാക്കിൻ്റെ ലഹരിയിൽ എന്ന പുസ്തകമാണ്. അദ്ദേഹം കലാസാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലായി എഴുതിയ ഏതാണ്ട് 11 ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇത്രയും ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുമ്പോൾ ആഴത്തിലുള്ളൊരു വായന ആവശ്യമാണ് എന്നുള്ളതാണ് വാസ്തവം. പെട്ടെന്നുള്ള ഒരു വായനയിൽ എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞ ചില ലേഖനങ്ങളെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താമെന്ന് കരുതുന്നു. വർണ്ണാഭം ഗാനലോകം എന്ന പി ഭാസ്കരൻ്റെ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ നിറം എങ്ങനെ സംസ്കാര ചിഹ്നമായി പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നു. മറ്റൊരു ലേഖനത്തിൽ മാജിക്കൽ റിയലിസത്തിൻ്റെ ഭ്രമാത്മകതയെ മലയാളിക്ക് അനുഭവവേദ്യമാക്കിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു സവിശേഷതയാണ് അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ് മാർക്കേസിൻ്റെ രചനാ ജീവിതത്തിന് മുതൽക്കൂട്ടായത് തുടങ്ങിയുള്ള നിരീക്ഷണങ്ങളിലൂടെ മാർക്കേസിൻ്റെ രചനാ ലോകത്തെ പുതിയ തുറവികളിലേക്ക് വായനക്കാരനെ നയിക്കുന്ന ഒരു ലേഖനമാണ് അതിലുള്ളത്. മറ്റൊന്ന് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ആർട്ടിക്കിള് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അതിൻ്റെ പേര് നമ്പൂതിരി മനുഷ്യനായോ VTയുടെ ആത്മകഥ അപനിർമ്മിക്കുമ്പോൾ. അതിലെപ്രകാരമാണ് സമുദായ പരിഷ്കരണം എന്ന ആശയത്തിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ VT പ്രശ്നവൽക്കരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ അത്തരം വിഷയങ്ങളെ സമകാലിക കാഴ്ചപ്പാടുകളുടെ വെളിച്ചത്തിൽ അപനിർമ്മിക്കുന്ന 11 ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ, വാക്കിൻ്റെ ലഹരിയിൽ എന്ന ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം ധാരാളം വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമത്തെ പുസ്തകം അജു കെ നാരായണൻ മാഷിൻ്റെ കണി കാണും നേരം എന്ന പുസ്തകം. കാണി കാണും നേരം എന്ന പുസ്തകമാണ്. ഇവിടെ ഞാൻ അറിയാതെ ആദ്യം പറഞ്ഞു പോയ ന്യൂസ് മേരി ടീച്ചറൊക്കെ സൂചിപ്പിച്ച പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ പ്രത്യേകത മലയാളിക്ക് പരിചിതമായ ഒന്നിനെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു കാവ്യാത്മകത. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈറ്റിലുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഓരോ ലേഖനങ്ങളും ഇത് ശരിക്കും സിനിമയെ ലാവണ്യശാസ്ത്രപരമായും പ്രത്യയശാസ്ത്രപരമായും സമീപിച്ച് നടത്തിയ രചനകളുടെ ഒരു ചലച്ചിത്ര സംസ്കാര പഠന കൃതി തന്നെയാണിത്. എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് സിനിമ മാറുന്നതിനൊപ്പം സിനിമാ നിരൂപണവും മാറുന്നത് അല്ലെങ്കിൽ മാറേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണിത്. ഇതിൽ ശ്രീനിവാസന് സമർപ്പിച്ചിരിക്കുന്ന ഈ കൃതിയിൽ 9 ലേഖനങ്ങളാണുള്ളത്. ഇതിലെ ഓരോ ടൈറ്റിലുകളും ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് അതാണ്. കാരണം ടൈറ്റിലുകളെ എങ്ങനെ വ്യത്യസ്തമാക്കാം, എങ്ങനെ കാവ്യാത്മകമാക്കാം. ഒരുപക്ഷേ അദ്ദേഹം ഓരോ വിഷയത്തെയും വളരെ എസ്തെറ്റിക് സെൻസിലൂടെ സമീപിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം ഗഹനമായ വിഷയങ്ങളെ വായനക്കാരനിലേക്ക് വലിച്ചടുപ്പിക്കുന്ന തരത്തിലുള്ള ടൈറ്റിലുകൾ. ഒരു ടൈറ്റില് ശാന്തം സിനിമയെക്കുറിച്ചുള്ള മനോഹരമായ അതിഗംഭീരമായ ഒരു ലേഖനത്തിൻ്റെ ടൈറ്റിൽ വാളിൻ തുമ്പിലെ തുമ്പി അശാന്ത പർവ്വത്തിലെ ശാന്തസൂചകങ്ങൾ. മറ്റൊന്ന് ഈ മനോഹര തീരങ്ങൾ. അതിലെ ഈ എന്നുള്ളത് നമുക്ക് മറ്റേ പഴയ പാട്ടിൻ്റെ ഓർമ്മയുണ്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. പക്ഷേ ഈ എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഈ ആണ്. അപ്പോൾ ഈ മനോഹര തീരങ്ങൾ സിനിമാറ്റിക് ഗെയിമിലെ മിത്തുകൾ, അതാണ് മറ്റൊരു ടൈറ്റില്. അപ്പോൾ ടൈറ്റിലുകളുടെ വ്യത്യസ്തത കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ S. ഹരീഷ് ഇതിൻ്റെ ഒരു കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പോലെ ഗോദാർദിനെയും നാരായണ ഗുരുവിനെയും ബുദ്ധനെയും സിനിമാറ്റിക് ഗെയിമുകളെയും എല്ലാം
ഒരേ പുസ്തകപ്പുറത്തിൽ പ്രതിപാദിക്കുവാനുള്ള ധൈര്യം മറ്റാർക്കാണുള്ളത് എന്ന്. ഇത് പലതും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സിനിമാറ്റിക് ഗെയിമിലെ മിത്തുകളെ മണിച്ചിത്രത്താഴിലെ മിത്തുമായിട്ട് എങ്ങനെ കൂട്ടിയിണക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യാത്മകത നമുക്ക് വളരെ വിസ്മയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ കണ്ടെത്തലുകൾ ഈ പുസ്തകത്തിലെ ഓരോ ലേഖനത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഗോദാർദ് എന്ന ലേഖനം, ഗോദാർദ് എന്ന ടോട്ടൽ സിനിമ, ഗോദാർദിനെ ഇത്ര ഗംഭീരമായി അവതരിപ്പിച്ച ഒരു ലേഖനം മുൻപ് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വളരെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരി, ഈ കാണി കാണും നേരം എന്ന ഡോക്ടർ അജു കെ നാരായണൻ്റെ പുസ്തകവും ഡോക്ടർ RVM ദിവാകരൻ്റെ വാക്കിൻ്റെ ലഹരിയിൽ എന്ന പുസ്തകവും ധാരാളം വായിക്കപ്പെടട്ടെ, ധാരാളം ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ 2 പുസ്തകങ്ങളും അക്കാദമിക് സമൂഹത്തിന്, ഗവേഷക വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക് മുതൽക്കൂട്ടായ 2 പുസ്തകങ്ങളാണ്. ഇത് കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഒറ്റ കാര്യം മാത്രം 1 മിനിറ്റിൽ പറയാം. പരമ്പരാഗത സിനിമാ നിരൂപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ളൊരു ശ്രമം ഇതിലുണ്ട്. വ്യത്യസ്തതയ്ക്ക് വേണ്ടി വ്യത്യസ്തത എന്നതല്ല, കാലികമായി സിനിമയെ നോക്കിക്കാണാനുള്ള ശ്രമമാണ് ഞാൻ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. സിനിമയെ നമ്മളൊരു കണിയായി കണ്ടാൽ ഒരു കാണി രൂപപ്പെടുന്നു എന്നും, ഈ കാണിയിലൂടെയാണ് കണി രൂപപ്പെടുന്നതെന്നും, കണിയിലൂടെ കാണി രൂപപ്പെടുന്നു എന്നുള്ള ഒരു റെസിപ്രോക്കാലിറ്റി ആണ് ഈ എഴുത്തിൻ്റെ അടിയടരായി ഞാൻ കരുതിപ്പോരുന്നത്. സമകാലികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെയെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് മലയാള സിനിമയെയും ഇന്ത്യൻ സിനിമയും ലോക സിനിമയും ചേർത്ത് വെക്കാനുള്ള എളിയ പരിശ്രമമാണ് കാണി കാണും നേരം എന്ന പുസ്തകം. ഇതിനടുത്തുള്ള 91-ാം നമ്പർ സ്റ്റോളിൽ പുസ്തകം ലഭ്യമാണ്. എല്ലാവരും വാങ്ങിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സമയം അവസാനിച്ചു, ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ വാക്കിൻ്റെ ലഹരിയിൽ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. പലപ്പോഴായി എഴുതിയ കലാസാഹിത്യ സംസ്കാര പഠനങ്ങളുടെ ഒരു സമാഹാരമാണ് അത്. നിയമസഭാ പുസ്തകോത്സവത്തിൽ കഴിഞ്ഞ തവണയും എൻ്റെ ഒരു പുസ്തകം ഇതേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. വീണ്ടും ഇവിടെ വരാനും ഈ പ്രൗഢമായ വേദിയിൽ വെച്ച് ഇത് സദസ്സിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് സാക്ഷിയാകാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.